Good morning students. ഇന്ന് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. മൊഡ്യൂൾ 3. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ട്രാവലിംഗ് വേവ് ട്യൂബ്. ഇതുവരെ ഇപ്പം നമ്മൾ 3 ഡിവൈസസ് ആണ് പഠിച്ചത്. ഒന്ന് 2 cavity ക്ലൈസ്ട്രോൺ, രണ്ടാമത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ, അതൊരു ഓസിലേറ്ററാണ്. മൂന്നാമത് ഒരു മാഗ്നെട്രോൺ, അതും ഒരു ഓസിലേറ്ററാണ്. ഇനി അടുത്ത ഡിവൈസ് നമ്മൾ പഠിക്കുന്നതാണ് ട്രാവലിംഗ് വേവ് ട്യൂബ്. ഈ ട്രാവലിംഗ് വേവ് ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു മൈക്രോവേവ് ആംപ്ലിഫയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓസിലേറ്റർ, ഇറ്റ് ഈസ് ആൻ ആംപ്ലിഫയർ. അപ്പം ഇതിനകത്തും ഇതും ഒരു ടൈപ്പ് ഓഫ് മൈക്രോവേവ് ആംപ്ലിഫയർ ആണ്. പക്ഷേ ഇതിനകത്തും കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ഉണ്ട്. പവർ കുറച്ചും കൂടെ കൂടുതലായിരിക്കും ട്രാവലിംഗ് വേവ് ട്യൂബിൽ. ഇപ്പോൾ ഓരോ മൈക്രോവേവ് ഡിവൈസസ് ഓരോ ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ട്രാവലിംഗ് വേവ് ട്യൂബ് ഡിവൈസസ് ആർ ബ്രോഡ്ബാൻഡ് ഡിവൈസസ് ആണ്. Traveling wave tube devices are broadband microwave devices which have no cavity resonators. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ട്രാവലിംഗ് വേവ് ട്യൂബ്സിനകത്ത് ക്യാവിറ്റി റെസനേറ്റേഴ്സ് ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ക്യാവിറ്റി റെസനേറ്റേഴ്സ്. ക്ലൈസ്ട്രോൺസിനാണെങ്കിൽ നമുക്കറിയാം, റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ആണെങ്കിലും 2 cavity ക്ലൈസ്ട്രോണിലാണെങ്കിലും ക്യാവിറ്റി ഉണ്ടായിരുന്നു. ബഞ്ചിങ് ക്യാവിറ്റി ആവട്ടെ, ക്യാച്ചർ ക്യാവിറ്റി ആവട്ടെ, അങ്ങനെ ക്യാവിറ്റി റെസനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രാവലിംഗ് വേവ് ട്യൂബിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രോഡ്ബാൻഡ് മൈക്രോവേവ് ഡിവൈസസ് ആണ്. ദേ ഹാവ് നോ ക്യാവിറ്റി റെസനേറ്റർ. ഇനി ഇതിനകത്ത് ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് മെയിൻലി ബൈ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ബീമും RF ഫീൽഡും. അപ്പോൾ അത് ഈ പടം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽ. ദിസ് ഈസ് അവർ TWT. അപ്പോൾ ഇവിടെ TWTയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് TWT. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും കാഥോഡുണ്ട്. കാഥോഡിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് ബീം ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ഈ കാഥോഡ് എനർജൈസ് ആയി കഴിയുമ്പം ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, ഗൺ വഴി ഇലക്ട്രോൺസ് റിലീസ് ആവും. ഇനി ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത, ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു ക്യാവിറ്റി റെസനേറ്റേഴ്സ് ഇല്ല. അതിന് പകരം ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ പറയുന്നതാണ്, ഇതാണ് ഹെലിക്സ്. കണ്ട, ഹെലിക്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഹെലിക്സ് സ്ട്രക്ചർ ഓർ ദിസ് ഇസ് എ സ്ലോ വേവ് സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ ഇതിനകത്താണ്, ഇതാണ് നമ്മുടെ RF സിഗ്നൽ. RF സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഹെലിക്കൽ സ്ട്രക്ചറിനകത്തോടെ ആയിരിക്കും. അപ്പം ഇലക്ട്രോൺസ് ഇതിലേ വരുമ്പം ഈ ഇലക്ട്രോൺസ് ഈ RF സിഗ്നലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വെൻ ത്രൂ ഈ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ഇലക്ട്രോൺ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പം ഇവിടെയാണ് ഇൻട്രാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പം എവിടെയാണ് RF സിഗ്നലും ഇലക്ട്രോൺസും തമ്മിൽ ഇൻട്രാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻ ദിസ് ഹെലിക്കൽ സ്ട്രക്ചർ ഓർ യു ക്യാൻ സേ ഇറ്റ് ഇസ് ദിസ് സ്ലോ വേവ് സ്ട്രക്ചർ എന്ന് പറയും. എന്നിട്ട് ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ് ഇതുവഴി കാണിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു കളക്ടറുണ്ട്. സോ ദിസ് ഈസ് എ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് TWT. അപ്പോൾ TWTയും സാധാരണ നമ്മളിപ്പോൾ പഠിച്ച ക്ലൈസ്ട്രോണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്ലൈസ്ട്രോണിനകത്ത് ക്യാവിറ്റി റെസനേറ്റർ ഉണ്ടെങ്കിൽ ഈ TWTയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ്. സോ ദിസ് ഈസ് നോൺ ആസ് എ സ്ലോ വേവ് സ്ട്രക്ചർ. സോ ഹിയർ എല്ലായിടത്തും കൺസെപ്റ്റ് വൈസ് സെയിം ആണ്. സോ ഹിയർ ഓൾസോ ഇലക്ട്രോൺ ഹാസ് ടു ഇൻട്രാക്ട് വിത്ത് ദ RF സിഗ്നൽ, എന്നാലേ നമുക്ക് ആംപ്ലിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എവിടെയാണ് RF സിഗ്നലും ഇലക്ട്രോൺസുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെലിക്സിലാണ്. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നട്രോണിലെ പോലെ ക്രോസ് ഫീൽഡ് ആയിട്ടല്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്ത് ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. സോ ഹിയർ ഓൾസോ മാഗ്നറ്റിക് ഫീൽഡ്. സോ ആൻ ഇലക്ട്രോൺ ഗൺ ഫോക്കസസ് ആൻ ഇലക്ട്രോൺ ബീം വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. A magnetic field guides the beam to focus. So magnetic field എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ ചെയ്യുന്നത്? ഈ വരുന്ന ഇലക്ട്രോൺ ബീമിനെ ഗൈഡ് ചെയ്യുന്നു. ഇലക്ട്രോൺ ബീമിനെ ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഫോക്കസിങ് ഓഫ് ഇലക്ട്രോൺ ബീം ഈസ് അപ്ലൈഡ് ബൈ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിവിടെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് ഇലക്ട്രോൺ ബീംസ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ബീമായിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. എന്നിട്ട് RF ഫീൽഡ് ഏതുവഴിയാണ് കൊടുക്കുന്നത്? RF ഫീൽഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ. അത് ഇതുവഴി കൊടുത്തിട്ട് ഇറ്റ് ഈസ് പാസ് ത്രൂ ദിസ് ഹെലിക്സ്. ഈ ഹെലിക്സിൻ്റെ പ്രത്യേകത ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ്. കണ്ട, ഇങ്ങനെ ഒരു
കേർവ്ഡ് പോലെയല്ലേ. അപ്പോൾ ഈ RF സിഗ്നൽ എന്തിനാണ്, ഹെലിക്കൽ സ്ട്രക്ചർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RF സിഗ്നലിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഇതുപോലെ ക്യാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഇലക്ട്രോൺസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനനുസരിച്ച് RF സിഗ്നലും ഒരുപോലെ പോയാലേ ഇൻട്രാക്ഷൻ നടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ RF സിഗ്നലിൻ്റെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഹെലിക്കൽ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പാത്ത് നേരെ പോകുന്നുണ്ട്, കേർവ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. നേരെ പോകുമ്പോൾ നമ്മൾ വേഗം എത്തും. അതേസമയം വളഞ്ഞു തിരിഞ്ഞു പോവുകയാണെങ്കിലോ കുറച്ചും കൂടെ സമയം എടുക്കത്തില്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിലൂടെ വരുന്ന RF സിഗ്നൽ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ അതായത് വെലോസിറ്റി കുറയുമ്പോൾ എന്താ, RF സിഗ്നലിൻ്റെ വെലോസിറ്റി കുറയുമ്പം ഈ വരുന്ന ഇലക്ട്രോൺസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഹെലിക്കൽ സ്ട്രക്ചർ ഇതിന് പറയുന്നതാണ് സ്ലോ വേവ് സ്ട്രക്ചർ. സ്ലോ വേവ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന വേവ്, RF സിഗ്നൽ ഒരു വേവ് ആണല്ലോ, ആ വേവിനെ സ്ലോ ഡൗൺ ചെയ്യുക. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ ഹെലിക്കൽ സ്ട്രക്ചർ. സോ ഇത് ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇറ്റ് ആക്ച്വലി സ്ലോസ് ഡൗൺ ദ വെലോസിറ്റി ഓഫ് ദിസ് RF സിഗ്നൽ സോ ആസ് ടു ഇൻട്രാക്ട് ദിസ് ഇലക്ട്രോൺ ബീം വിത്ത് ദിസ് RF സിഗ്നൽ. അതിനു വേണ്ടിയാണ് ഈ ഹെലിക്കൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനകത്ത് RF സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിലും എല്ലാം ഈ പറയുന്ന പോലെ കൺസെപ്റ്റുകൾ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് കാണും, ഒരു വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. സോ ഇതാണ് വർക്കിംഗ് ഡയഗ്രാം. നമ്മൾ വർക്കിംഗ് ഡയഗ്രാം പറയുമ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആ ഡയഗ്രാം വെച്ച് നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ ഡീറ്റെയിലിൻ്റെ ഡയഗ്രാമാണ്, അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് പറയാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ കാഥോഡ്. കാഥോഡിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവും. ആ ഇലക്ട്രോൺസിനെ ആക്സലറേറ്റ് ചെയ്യാൻ എന്തുണ്ട്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഇത് ആക്സലറേറ്റ് ചെയ്ത് അത് എങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കണ്ടോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ RF സിഗ്നൽ ഇതുവഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ RF സിഗ്നൽ ഇതുവഴിയാണ് പോകുന്നത്, ഈ ഹെലിക്കൽ സ്ട്രക്ചറിനകത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചത് ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ മൂവ് ചെയ്യുന്ന പോലെയാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ എന്നല്ല, ഇതിനകത്തോടെ തന്നെ മൂവ് ചെയ്യുന്നതായിട്ടാണ് അത് കാണിച്ചിരുന്നത്. അപ്പം ഈ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു RF സിഗ്നലാണ്. അപ്പം എപ്പോഴാണ് ഈ RF സിഗ്നൽ ഈ ആക്സിയൽ ഫീൽഡ്, അതായത് ഈ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അറ്റ് ദ സെൻറ്റർ. സോ ദിസ് RF സിഗ്നൽ പ്രൊഡ്യൂസസ് ആൻ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് വോൾട്ടേജിലായിരിക്കും, ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജിലായിരിക്കും, ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, സീറോ ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും. ആസ് എ റിസൾട്ട് എന്താവും, പോസിറ്റീവ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂടും, നെഗറ്റീവ് ഫീൽഡിൻ്റെ വെലോസിറ്റി കുറയും, സീറോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ആസ് എ റിസൾട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺസ് പല സമയത്ത് വരുന്നതാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ വെൻ ഇറ്റ് ട്രാവൽസ് അലോങ് ദ ഹെലിക്കൽ സ്ട്രക്ചർ, ഈ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പം അറ്റ് ദ എൻഡ് ഈ പൊസിഷൻ ഏകദേശം എത്തിക്കഴിയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിയുമ്പോൾ അതെന്താവും, ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. ഈ ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ആ എനർജി ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്താണ്, നേരത്തെ നമ്മൾ പഠിച്ച ക്ലൈസ്ട്രോണിലല്ല RF സിഗ്നൽ ആ ക്യാവിറ്റി റെസനേറ്ററിൽ മാത്രമായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ വേവ് ഇതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബഞ്ചസ് ആയി ഫോം ചെയ്ത് കഴിയുമ്പം ഈ ബഞ്ചസ് കാരണം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഈ വേവിൻ്റെ അതായത് ഇതിൻ്റെ മൊത്തത്തിൽ സിഗ്നലിൻ്റെ ഫേസിനെ മൊത്തം ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യും ബൈ π/2. അതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഈ ഇലക്ട്രോൺസ് ഇതുവഴി ട്രാവൽ ചെയ്യുമ്പം ഈ ഇലക്ട്രോൺസ് ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ഈ ബഞ്ചിങ് ഓഫ് ഇലക്ട്രോൺസ് കാരണം, അതായത് ഈ ഇലക്ട്രോൺസിൻ്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് കാരണം ഈ വരുന്ന വേവിനെ തന്നെ ഒരു π/2 ഷിഫ്റ്റ് ചെയ്യും. π/2 ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിഗ്നൽ π/2 ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അത് റിട്ടാർഡിങ് ഫീൽഡിലേക്ക് പോവാന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ സിഗ്നലുമായിട്ട്, അതായത് ആ വരുന്ന വേവുമായിട്ട് ഒരു π/2 ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ്. π/2 ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഇൻ എഫക്റ്റ് ഈ ഔട്ട്പുട്ടിലേക്ക് വരും, അതായത് കളക്ട് ചെയ്യേണ്ട അവിടെ എത്തുമ്പം നമ്മുടെ സിഗ്നൽ, അതായത് RF സിഗ്നൽ ഏത് ഫീൽഡിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, റിട്ടാർഡിങ് ഫീൽഡിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടാർഡിങ് ഫീൽഡിലാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി നമുക്ക് എപ്പോഴും ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രീവിയസ്ലിയും പറയുന്നത്. ബഞ്ചിങ് ഇലക്ട്രോൺസ് ബഞ്ചസായി ഫോം ചെയ്ത ഇലക്ട്രോൺസിന് എനർജി ഡെലിവർ ചെയ്യണമെങ്കിൽ എപ്പോഴും ആ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് എൻകൗണ്ടർ എ റിട്ടാർഡിങ് ഫേസ്. ആ റിട്ടാർഡിങ് ഫേസ് എൻകൗണ്ടർ ചെയ്താൽ മാത്രമേ, അതായത് ഇതാണ് റിട്ടാർഡിങ് ഫേസ്, കാരണം ഡിക്രീസ് ചെയ്യുന്ന പോലെ ആ റിട്ടാർഡിങ് ഫേസിൽ എത്തുമ്പോൾ മാത്രമേ സിഗ്നൽസിന് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ബഞ്ചിങ് എഫക്റ്റ് എന്താ ചെയ്യുന്നത്
ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷിഫ്റ്റ്സ് ദ സിഗ്നൽ ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2. ആസ് എ റിസൾട്ട് ഈ അറ്റൈൻ ചെയ്ത എനർജീസ് എല്ലാം ഓഫ് ഇലക്ട്രോൺസ് ഇത് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ സിഗ്നൽ RF സിഗ്നലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് RF സിഗ്നലിൽ എന്ത് സംഭവിക്കും? ആംപ്ലിഫൈ ചെയ്ത ഒരു സിഗ്നലും കിട്ടുകയും ചെയ്യും. ലേറ്റർ ദിസ് ഇലക്ട്രോൺ ഇസ് കളക്റ്റഡ് അറ്റ് ദ കളക്ടറൻറ്റ്. ഇതാണ് ജനറൽ വർക്കിംഗ് ഓഫ് TWT. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാവലിംഗ് വേവ് ട്യൂബിന് ഒരു ഇലക്ട്രോൺ ബീം ഉണ്ട് വിത്ത് എ സ്ലോ വേവ് സ്ട്രക്ചർ. സ്ലോ വേവ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഹെലിക്സ്. അത് കൂടാതെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ചെയ്യുന്നത്? ആ ഇലക്ട്രോൺസിനെയും എല്ലാത്തിനെയും ഫോക്കസ് ചെയ്യുന്നു. ഇതും O ടൈപ്പ് ട്രാവലിംഗ് ട്യൂബാണ്. 2 ടൈപ്പ് ഓഫ് ട്രാവലിംഗ് ട്യൂബ് ഉണ്ട്. ഒന്ന് 2 ടൈപ്പ് ഓഫ് ട്യൂബ്സ് ഉണ്ട്, മൈക്രോവേവ് ട്യൂബ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? O ടൈപ്പ് ട്യൂബും M ടൈപ്പ് ട്യൂബ്സും. O ടൈപ്പ് ട്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? O ടൈപ്പ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആക്ട് ചെയ്യുന്നത് ക്രോസ് ആയിട്ടല്ല. അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ടു ഫോക്കസ് ദ ഇലക്ട്രോൺ ബീമാണ്. സോ ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യണം മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച മാഗ്നട്രോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? M ടൈപ്പ് ട്യൂബാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന? ആ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റുമായിരുന്നു. ഇവിടെ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ മാറ്റുന്നില്ല. ഇവിടെ ഇലക്ട്രോൺസിനെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഫോക്കസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും? നമ്മൾ സിഗ്നൽ ഏതുവഴിയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഹെലിക്കൽ സ്ട്രക്ചറിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി അപ്ലൈ ചെയ്ത സിഗ്നൽ എന്ത് ചെയ്യും? ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് അറൌണ്ട് ദ ടേൺസ് ഓഫ് ദ ഹെലിക്സ്. ഹെലിക്സിനകത്തോടെ ട്രാവൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ഹെലിക്സ്. ഹെലിക്സിന്റെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യും? ഇതിൻ്റെ കൂടെ ഇലക്ട്രോൺസും ട്രാവൽ ചെയ്യുന്നല്ലോ. സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്തുള്ളൊരു, അപ്പം ഞാൻ പറഞ്ഞു ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നല്ല സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ സ്പീഡ് എന്ത് സംഭവിക്കണം? ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വേവ് തന്നെ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്പീഡ് എന്ത് സംഭവിക്കണം? കുറയ്ക്കണം. അതെന്താ ചെയ്യുന്നത്? ഈ ഹെലിക്കൽ പാത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പം അതാണ് എന്ത്? അതിന്റെ വെലോസിറ്റി കുറയ്ക്കുന്നത്. വെലോസിറ്റി കുറച്ചാൽ മാത്രമേ ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി മോഡുലേഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് എനർജി നടക്കുകയുള്ളൂ. സോ അതെങ്ങനെയാണ് കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the axial electric field progresses with the velocity that is close to the velocity of light multiplied by the ratio of helix pitch to helix circumference. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ. കാരണം ഇങ്ങനെയുള്ള ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലൂടെയാണ് RF സിഗ്നൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഇനിഷ്യലി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. പക്ഷേ അതിൻ്റെ വെലോസിറ്റി കുറയും. എന്തുകൊണ്ടാണ്? വെൻ ഇറ്റ് ട്രാവൽസ് ത്രൂ ദിസ് ഹെലിക്കൽ പാത്ത്. അത് എന്തിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിൻ്റെ സർക്കംഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം ഒരു ഡിസ്റ്റൻസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ട്രാവൽ ചെയ്യുന്നപ്പോൾ നമുക്കൊരു ഇത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഡിസ്റ്റൻസിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കർവ്ഡ് പാത്തിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അതെങ്ങനെ നമ്മളെടുക്കും? ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് R ആയിട്ട് അറിയാം. ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πr ആയിരിക്കും. അതാണ് ഫുൾ സർക്കംഫറൻസ്. ഇനി അതുമാത്രമല്ല, പിന്നെ ഇതെല്ലാം ഒരു വളഞ്ഞാണ്, കേർവ്ഡ് പാത്താണ്. അപ്പൊ ഈ കേർവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആംഗുലറാണ്. നമുക്കറിയാം പല തരത്തിലുള്ള കേർവുകളുണ്ട്. ഭയങ്കര ഹെയർപിൻ കേർവ് ഉണ്ട്, കുറച്ചും കൂടെ സ്പ്രെഡ് ആയിട്ടുള്ള കേർവ് ഉണ്ട്. അപ്പൊ ഹെയർപിൻ കേർവ് എന്ന് പറയുമ്പോൾ അപ്പൊ അതിനനുസരിച്ചാണ് അതിന്റെ സ്പീഡ് വ്യത്യാസം വരുന്നത്. ആ ടേം ആണ് പിച്ച് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി പിച്ച് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഹെലിക്കൽ പാത്ത്. ഈ 2 ഹെലിക്കൽ പാത്തുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ് പി. അപ്പോൾ അതാണ് പിച്ച്. അപ്പോൾ ശരിക്കും നമ്മുടെ വെലോസിറ്റി, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാകും, അതായത് ആ RF ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വെലോസിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് സർക്കംഫറൻസും അതുപോലെ ഇതിന്റെ പിച്ചുമാണ്. അപ്പോൾ അത്രയും ആ ഡിസ്റ്റൻസിനനുസരിച്ച് ഇത് മാറും. അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതാണ് VC, ഇൻറ്റു പിച്ച് ഡിവൈഡഡ് ബൈ 2πr. കാരണം പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ സർക്കംഫറൻസിനനുസരിച്ചായിരിക്കും അതിന്റെ വെലോസിറ്റി കുറയുന്നത്. കാരണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ വെലോസിറ്റി കുറഞ്ഞാൽ മാത്രമേ ഈ ഇലക്ട്രിക് ഫീൽഡിനെ എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഓർത്തിരിക്കുന്ന ഏറ്റവും വലിയ കൺസെപ്റ്റ്. So when the electric field passes through the helical structure, its velocity is changed to velocity of light multiplied by ratio of helix pitch to helix circumference. Helix circumference എന്ന് പറയുന്നത് 2πr, helix pitch എന്ന് പറയുന്നത് pi.
ഇനി എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഹെലിക്കൽ ട്യൂബുമായിട്ട് നടക്കുമ്പോൾ ഇൻട്രാക്ഷൻ നടക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നത് സീറോ ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അവയ്ക്ക് വേറെ അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റം വരില്ല. ചിലതിന് എന്ത് സംഭവിക്കും? ചിലത് ഇൻട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് ഇൻട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് റിട്ടാർഡ് ആവും, പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത് ആക്സലറേറ്റർ ആവും, സീറോ ആകുമ്പം അൺഎഫക്റ്റഡ് ആവും. ആസ് എ റിസൾട്ട്, as the electrons travel along the helix, ഇലക്ട്രോൺസ് ഹെലിക്സുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ദേ ബഞ്ച് അറ്റ് ദ കളക്ടർ പോയിന്റ്. കളക്ടർ എൻഡിലാണ് ബഞ്ച് ചെയ്യുന്നത്. ഈ ബഞ്ചിങ് കാരണം ഇതാണ് പോയിന്റ്. ഇറ്റ് ഷിഫ്റ്റ്സ് ദ ഫേസ് ബൈ π/2. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫേസിനെ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു ബൈ π/2. ആസ് എ റിസൾട്ട് അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഈ ബഞ്ചസിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എൻകൗണ്ടർ ചെയ്യുന്ന എന്തായിരിക്കും? ഇറ്റ് എൻകൗണ്ടേഴ്സ് എ സ്ട്രോങ് റിട്ടാർഡിങ് ഫീൽഡ്. π/2 വരിക എന്ന് പറഞ്ഞാൽ റിട്ടാർഡിങ് ഫീൽഡിലായിരിക്കും. ദെൻ the microwave energy of the electrons is delivered by the electron bunch to the wave. അപ്പോൾ ഈ കിട്ടിയ ഈ ഇലക്ട്രോൺസിന്റെ എനർജി മുഴുവൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, ഈ RF സിഗ്നലിനെ ട്രാവൽ ചെയ്യും, ആൻഡ് ഹെൻസ് ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് TWT സിഗ്നൽ ഇസ് ഒബ്റ്റെയിൻ. ഇതാണ് വർക്കിംഗ് ഓഫ് TWT. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷനും എഴുതണം, ഈ പടവും എഴുതണം. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ഈ പടം വരയ്ക്കണം. വർക്കിംഗ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് TWT. ഇനി കമ്മിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഞ്ച് 3 GHz ആൻഡ് ഹയർ ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.8 GHz ആണ്. എഫിഷ്യൻസി 20 to 40% ആണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ് ടു 10 kV. അപ്പോൾ അത്രയും പവർ ഉള്ളതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ജനറലി യൂസ്ഡ് ആസ് ലോ നോയ്സ് RF ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വൈഡ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. Then they are used as power output tubes in communication satellites. സാറ്റലൈറ്റ്സിലെല്ലാം പവർ ഔട്ട്പുട്ട് ട്യൂബ്സ് ആയിട്ട് TWT യൂസ് ചെയ്യുന്നുണ്ട്. Then they are also used in high power pulse radar and ground based radar. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് TWT, വർക്കിംഗ് ഓഫ് TWT. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.